ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ EVS എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് പുതിയ സിലബസ് ആയതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോ ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് എല്ലാം കൂട്ടുകാർ നന്നായി പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണ്. നിങ്ങൾക്ക് 6 ആക്ടിവിറ്റീസ് ആണ് ഉണ്ടായിരിക്കുക. അതിൽ നിന്ന് 5 ആക്ടിവിറ്റീസ് എഴുതിയാൽ മതി. നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസിലെ എല്ലാ സബ് ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് എക്സാമിൻ്റെ സമയം 2 മണിക്കൂറാണ്. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി 1 നോക്കാം. ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ. ഹൗ ബ്യൂട്ടിഫുൾ ആർ ദ ബട്ടർഫ്ലൈസ് ഫ്ലട്ടറിംഗ് ദെയർ കളർഫുൾ വിങ്സ്. എന്ത് ഭംഗിയാണ് ബട്ടർഫ്ലൈസ് അവരുടെ ചിറകുകൾ ബ്യൂട്ടിഫുൾ കളർഫുൾ ആയിട്ടുള്ള വിങ്സ് ഫ്ലട്ടറിങ് ചെയ്യുന്നത് കാണാൻ. അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ബട്ടർഫ്ലൈയെ നല്ല ഭംഗിയിൽ വൃത്തിയിൽ കളർ കൊടുക്കാനാണ്. കളർ ദ ബട്ടർഫ്ലൈ ഇൻ ദ പിക്ചർ. ആ പിക്ചറിൽ കൊടുത്തിട്ടുള്ള ബട്ടർഫ്ലൈയെ നന്നായി വൃത്തിയിൽ കളർ കൊടുത്ത് ഭംഗിയാക്കൂട്ടോ. അപ്പോൾ അത് കൂട്ടുകാരെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്ത് നോക്കൂ. അതിലെ ക്വസ്റ്റ്യൻ, എ ബട്ടർഫ്ലൈ ഹാസ് 4 സ്റ്റേജസ് ഇൻ ഹിസ് ലൈഫ് സൈക്കിൾ. ഒബ്സർവ് ദ ഗിവൻ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ദ സ്റ്റേജസ്. അവിടെ ബട്ടർഫ്ലൈസിൻ്റെ ലൈഫ് സൈക്കിളിൻ്റെ പിക്ചേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മളോട് എന്തൊക്കെ ആണ് എന്നത് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് പിക്ചർ ബട്ടർഫ്ലൈ ആണ്, പിന്നെ ലാർവയാണ്, ആൻഡ് തേർഡ് പിക്ചർ ഈസ് എഗ് ആണ്, 4ാമത്തെ പിക്ചർ പ്യൂപ്പയാണ്. അപ്പോൾ ഇതാണ് ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിൾ. ആദ്യം പ്യൂപ്പയാവുന്നു, പ്യൂപ്പയിൽ നിന്ന് എഗ് ഉണ്ടാവുന്നു, പിന്നെ അത് ലാർവയായി മാറുന്നു, പിന്നീട് അതെന്താണ് ബട്ടർഫ്ലൈ ആയി മാറുകയാണല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിൾ. അതിലെ ബി ക്വസ്റ്റ്യൻ, ഡു യു ലൈക്ക് ദിസ് ബട്ടർഫ്ലൈ. നിങ്ങൾക്ക് ഈ ബട്ടർഫ്ലൈയെ ഇഷ്ടമായോ എന്നാണ് ചോദിക്കുന്നത്. കളർ ഇറ്റ് യെല്ലോ. വിച്ച് ടൈപ്പ് ഓഫ് എ ബട്ടർഫ്ലൈ ഈസ് ദിസ്. ആ ബട്ടർഫ്ലൈക്ക് യെല്ലോ കളർ നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ഇത് ഏത് ടൈപ്പ് ബട്ടർഫ്ലൈ ആണെന്നും നമ്മളോട് അവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഏത് ടൈപ്പ് ബട്ടർഫ്ലൈ ആണ് കൂട്ടുകാരെ? ഇത് കോമൺ ഗ്രാസ് യെല്ലോ ബട്ടർഫ്ലൈ ആണ്. അതിലെ സി ക്വസ്റ്റ്യൻ, നെയിം എനി 2 ടൈപ്സ് ഓഫ് ബട്ടർഫ്ലൈസ് ദാറ്റ് വിസിറ്റ് ഇൻ യുവർ ഗാർഡൻ. കൂട്ടുകാരുടെ ഗാർഡനിലൊക്കെ വരുന്ന 2 ടൈപ്പ് ബട്ടർഫ്ലൈസിനെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ലെമൺ ബട്ടർഫ്ലൈയും അതേപോലെ രണ്ടാമത്തേത് കോമൺ റോസ് ബട്ടർഫ്ലൈയും. അതിലെ ഡി ക്വസ്റ്റ്യൻ, വി ഹാവ് ടു എൻഷുർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ബട്ടർഫ്ലൈസ്. ഹൗ ക്യാൻ വി അട്രാക്ട് ദം ടു അവർ കോർട്ട്യാർഡ്. നമുക്ക് ബട്ടർഫ്ലൈസിൻ്റെ പ്രൊട്ടക്ഷൻ എൻഷുർ ചെയ്യണം. എങ്ങനെയാണ് നമ്മുടെ കോർട്ട്യാർഡിലേക്ക് ബട്ടർഫ്ലൈസിനെ എല്ലാം അട്രാക്ട് ചെയ്യിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ, പ്ലാൻ മോർ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഒരുപാട് ഫ്ലവറിംഗ് പ്ലാന്റ്സുകൾ നടുക. അതേപോലെ ഡിക്രീസ് ദ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സിൻ്റെ യൂസ് കുറയ്ക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗാർഡനിലേക്കും അല്ലെങ്കിൽ കോർട്ട്യാർഡിലേക്കും ബട്ടർഫ്ലൈസിനെ അട്രാക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. Activity 2, the food we eat. A variety of food items should be included in the diet to avoid malnutrition. Which categories do the following food items belong to? മാൽന്യൂട്രീഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡയറ്റിൽ നമുക്ക് ഒരുപാട് ഫുഡ് ഐറ്റംസ്, വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. താഴെ നമുക്ക് കുറച്ച് ഫുഡ് ഐറ്റംസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഏതൊക്കെ കാറ്റഗറീസിൽ ഉൾപ്പെടുന്ന ഫുഡ് ഐറ്റംസ് ആണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ള ഫുഡ് ഐറ്റംസ്? മുരിങ്ങ ലീവ്സ്, ക്യാബേജ്, ഗ്രീൻ പീസ്, ഗ്രേപ്സ്, ഗ്രീൻ ഗ്രാം, സ്നേക്ക് ഗാർഡ്, ബംഗാൾ ഗ്രാം, ടപ്പിയോക്ക, പംകിൻ, ഓറഞ്ച്, യാം, ആപ്പിൾ, അമരാന്തസ്, ലേഡീസ് ഫിംഗർ. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഫുഡ് ഐറ്റംസിൻ്റെ പേരും അവിടെ കൊടുത്തിട്ടുണ്ട്. അതിലെ ക്വസ്റ്റ്യൻ ആണ് കംപ്ലീറ്റ് ദ ടേബിൾ. നമ്മളോട് ആ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ബോക്സിൽ ട്യൂബേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ ടാപ്പിയോക്കയും യാമുമാണ്. അതേപോലെ പൾസസിന് താഴെ ആണ് ബംഗാൾ ഗ്രാമും ഗ്രീൻ പീസും ഗ്രീൻ ഗ്രാമും വരുന്നത്. ഫ്രൂട്ട്സിന് താഴെ ഗ്രേപ്സ്, ഓറഞ്ച് ആൻഡ് ആപ്പിൾ. വെജിറ്റബിൾസ് ആയിട്ട് കാബേജ്, സ്നേക്ക് ഗാർഡ്, പംകിൻ ആൻഡ് ലേഡീസ് ഫിംഗർ. ലീഫി വെജിറ്റബിൾസ് ആയിട്ട് മുരിങ്ങ ലീവ്സ് ആൻഡ് അമരാന്തസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ഐ ബിലോങ് ടു പൾസസ് ഫാമിലി. ഞാനൊരു പൾസസ് ഫാമിലിയിലാണ് ഉള്ളത്. ഐ എം ഗ്രീൻ ഇൻ കളർ. എൻ്റെ കളർ എന്താണ്? ഗ്രീൻ ആണ്. ഐ എം സ്മോളർ ദാൻ ദ ബംഗാൾ ഗ്രാം. ഹു ആം ഐ. ഞാൻ ബംഗാൾ ഗ്രാമിനേക്കാൾ താഴെയാണ് അല്ലെങ്കിൽ ചെറുതാണ്. ഞാൻ ആരാണ് എന്നാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ ഗ്രീൻ ഗ്രാം ആണ് കേട്ടോ. അതിൽ സി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓഡ് വൺ. അതിൽ ഓഡ് വണ്ണ് നമ്മളോട് ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിലെന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത്? മിൽക്ക്, എഗ്ഗ്, ടാപ്പിയോക്ക ആൻഡ് മീറ്റ്. അതിൽ ഓഡ് വൺ ഏതാണ്? ടാപ്പിയോക്കയാണല്ലേ. അപ്പോൾ ഇതാണ് 2ാമത്തെ ആക്ടിവിറ്റി. നമുക്ക് 3ാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം.
അടുത്ത ആക്ടിവിറ്റി മൈ ഗാർഡൻ. ഹൈ പെസ്റ്റിസൈഡ്സ് ഇൻ വേജിറ്റബിൾസ്, ഹൈ റേറ്റ്സ് ഓഫ് പെസ്റ്റിസൈഡ്സ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് പേഷ്യൻസ്. ഇങ്ങനെ 2 ബോക്സിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്താണ് പറയുന്നത്? ഹൈ പെസ്റ്റിസൈഡ്സ് ഇൻ വേജിറ്റബിൾസിലെല്ലാം ഹൈ പെസ്റ്റിസൈഡ്സ് ആണ്. ഹൈ റേറ്റ്സ് ഓഫ് പെസ്റ്റിസൈഡ്സ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് പേഷ്യൻസ്. ഹൈ റേറ്റ്സ് ഓഫ് പെസ്റ്റിസൈഡ്സ് എന്താണ്? പേഷ്യൻസിൻ്റെ എണ്ണങ്ങൾ കൂട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിലെ ക്വസ്റ്റ്യൻ, ഹാവ് യു റീഡ് ദ ഹെഡ്ലൈൻസ് ഫ്രം ദ ന്യൂസ് പേപ്പർ? നിങ്ങൾ ന്യൂസ് പേപ്പറിൽ കൊടുത്തിട്ടുള്ള ഹെഡ്ലൈൻസ് വായിച്ചോ? ഇറ്റ് ടെൽസ് us the need to make our own kitchen garden. ഇത് എന്താണ് പറയുന്നത്? നമ്മുടെ സ്വന്തമായിട്ട് നമുക്കൊരു കിച്ചൺ ഗാർഡൻ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. വാട്ട് ആർ ദ പ്രിപ്പറേഷൻസ് ടു ബി മെയ്ഡ് ടു മേക്ക് എ വെജിറ്റബിൾ ഗാർഡൻ? ഒരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കാൻ നമ്മൾ എന്തൊക്കെ പ്രിപ്പറേഷൻസ് നൽകണം, അല്ലെങ്കിൽ എന്തൊക്കെ പ്രിപ്പറേഷൻസ് എടുക്കണം എന്നാണ് ചോദിക്കുന്നത്. ഒരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചൂസ് ക്വാളിറ്റി ഉള്ള സീഡ്സ് നമ്മൾ തിരഞ്ഞെടുക്കണം. അതേപോലെ എൻഷുർ വാട്ടർ അവൈലബിലിറ്റി ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ചൂസ് ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിൽ നമ്മൾ ചൂസ് ചെയ്യണം. അതിലെ ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ മെറിറ്റ്സ് ഓഫ് ദ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് കൾട്ടിവേറ്റഡ് ഇൻ അവർ ഓൺ വെജിറ്റബിൾ ഗാർഡൻ. നമ്മുടെ തന്നെ വെജിറ്റബിൾ ഗാർഡനിൽ കൾട്ടിവേറ്റ് ചെയ്ത ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഗുണങ്ങൾ എന്തായിരിക്കും അത് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ മെറിറ്റ്സ് ആണ്? വി ക്യാൻ ഈറ്റ് ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് നമുക്ക് കഴിക്കാം. അതേപോലെ തന്നെ ദർ വിൽ ബി നോ ഹെൽത്ത് പ്രോബ്ലംസ്, ഒരു ഹെൽത്ത് പ്രോബ്ലംസും നമുക്ക് ഉണ്ടാവുകയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള മെറിറ്റ്സ് ഒക്കെയാണ് നമ്മുടെ തന്നെ ഗാർഡനിൽ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ വെജിറ്റബിൾ ഗാർഡനിൽ നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൾട്ടിവേറ്റ് ചെയ്താൽ കിട്ടുന്നത്. അടുത്ത ആക്ടിവിറ്റി, നോ സോയിൽ നോ ലൈഫ് എന്ന് പറയുന്നതിലെ ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്ലാസ്റ്റിക് കവർ സ്കാറ്റേർഡ് ഇൻ ദ ഗ്രൗണ്ട് ആഫ്റ്റർ ദ ഫെസ്റ്റിവൽ ക്യാൻ ബി ബറീഡ്. ഗ്രൗണ്ടിൽ നടന്ന ഫെസ്റ്റിവലിൻ്റെ ശേഷം അവിടെ സ്കാറ്റർ ചെയ്ത് കിടന്നിരുന്ന പ്ലാസ്റ്റിക് കവേഴ്സ് അവിടെ തന്നെ കുഴിച്ചു മൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അമ്മു പറഞ്ഞു, ഡു യു എഗ്രി വിത്ത് ഹെർ? വൈ? നിങ്ങൾ അവളായിട്ട് എഗ്രി ചെയ്യുന്നുണ്ടോ? ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഗ്രി ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ, നോ, ബിക്കോസ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആർ ഇനോർഗാനിക് വേസ്റ്റ്. ബിക്കോസ് എന്താണ്? എഗ്രി ചെയ്യുന്നില്ല. കാരണം എന്താണ്? പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഇനോർഗാനിക് വേസ്റ്റ് ആണ്. ഇറ്റ് നെവർ ഡീകമ്പോസ് ഇൻ സോയിൽ. അത് സോയിലുമായിട്ട് ഒരിക്കലും അലിഞ്ഞു ചേരുകയില്ല. ഇറ്റ് ടേക്സ് മെനി ഇയേഴ്സ് ഫോർ പ്ലാസ്റ്റിക്സ് ടു ഡിസോൾവ് ഇൻ ദ സോയിൽ. ഒരുപാട് വർഷങ്ങൾ എടുക്കും പ്ലാസ്റ്റിക്സ് സോയിലുമായിട്ട് ഡിസോൾവ് ആവാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഓഫ് ദിസ് ദർ വിൽ ബി സീരിയസ് ഹെൽത്ത് പ്രോബ്ലംസ് ഫോർ ഓൾ ലിവിങ് തിങ്സ്. എല്ലാ ലിവിങ് തിങ്സിനും അതുകൊണ്ട് തന്നെ എന്താണ്? ഒരുപാട് സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് ആൻസർ അത് അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതിലെ ബി ക്വസ്റ്റ്യൻ, പ്രോഗ്രാംസ് റിലേറ്റഡ് ടു ക്ലീനിങ്നെസ് ആർ ഗോയിങ് ഇൻ ദ സ്കൂൾ. ദ ടീച്ചേഴ്സ് ആർ വെൽ ആസ് ദ മെമ്പേഴ്സ് ഓഫ് ശുചിത്വ ക്ലബ് വെർ പാർട്ട് ഓഫ് ദീസ് ആക്ടിവിറ്റീസ്. സ്കൂളിൽ ക്ലീനിങ് ലെസ്സിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ശുചിത്വ ക്ലബിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള ടീച്ചേഴ്സും ഈ ആക്ടിവിറ്റീസിൻ്റെ എല്ലാം ഒരു പാർട്ടായിട്ട് മാറുന്നുണ്ട്. ഗിവൺ ബിലോ ആർ ദ ഒബ്ജക്ട്സ് ദേ കളക്റ്റഡ് വൈൽ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് അവർ കളക്ട് ചെയ്ത ഒരുപാട് ഒബ്ജക്ട്സ് അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ഡൗൺ ദ ഒബ്ജക്ട്സ് വിച്ച് ഡു നോട്ട് ഡീകമ്പോസ് ഇൻ സോയിൽ. സോയിലിൽ ഡീകമ്പോസ് ആവാത്ത ഒബ്ജക്ട്സിൻ്റെ എല്ലാം പേരുകൾ അവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കളക്ട് ചെയ്ത ഒബ്ജക്റ്റുകളുടെ എല്ലാം ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്? ബനാന പീൽ, ലീവ്സ്, ന്യൂസ് പേപ്പർ, തെർമോകോൾ, പ്ലാസ്റ്റിക് കവർ, വുഡ് പീസസ്, ക്ലോത്ത് മാസ്ക്, ഫുഡ് വേസ്റ്റ്, ചോക്ലേറ്റ് റാപ്പർ, സ്ട്രോ, പ്ലാസ്റ്റിക് ആയിട്ടുള്ള സ്ട്രോ ആണ്, ബലൂൺസ്, ഫ്ലവേഴ്സ്, പ്ലാസ്റ്റിക് ബോട്ടിൽസ്. അപ്പോൾ അവിടെ ആ ബോക്സിൽ നിന്ന് ഒബ്ജക്ട്സ് വിച്ച് ഡു നോട്ട് ഡീകമ്പോസ് ഇൻ സോയിൽ ഡീകമ്പോസ് ആവാത്ത ഒബ്ജക്ട്സിൻ്റെ പേര് മറ്റേ ബോക്സിലേക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മണ്ണിൽ അലിഞ്ഞു ചേരാത്ത ഒബ്ജക്ട്സ് ആണ് തെർമോകോൾ, പ്ലാസ്റ്റിക് കവർ, ചോക്ലേറ്റ് റാപ്പർ, പ്ലാസ്റ്റിക് സ്ട്രോ, ബലൂൺസ് ആൻഡ് പ്ലാസ്റ്റിക് ബോട്ടിൽസ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് മണ്ണിൽ അലിഞ്ഞു ചേരാത്തത്. അതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ് ഈസ് ഡിസൈഡഡ് ടു ഡിസ്പ്ലേ പോസ്റ്റേഴ്സ് ഓൺ ഡിഫറെൻറ്റ് ഏരിയാസ് ഇൻ ദ സ്കൂൾ ടു കൺവേ ദ മെസ്സേജ് നോ സോയിൽ നോ ലൈഫ്. പ്രിപ്പയർ സ്യൂട്ടബിൾ സെൻറ്റൻസസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ പോസ്റ്റർ. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ ആൾക്കാർ ഒരു പോസ്റ്റേഴ്സ് ഉണ്ടാക്കിയിട്ട് സ്കൂളിൻ്റെ പല സ്ഥലങ്ങളിലും വെക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. എന്തിനെക്കുറിച്ചാണ്? നോ സോയിൽ നോ ലൈഫ് എന്ന് പറയുന്ന മെസ്സേജ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പോസ്റ്ററാണ് അവരുണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്കായിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകൾ നമ്മളോട് എഴുതി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. 2 സെൻറ്റൻസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സേവ് സോയിൽ, സേവ് എർത്ത്, അതേപോലെ റെഡ്യൂസ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക്, സേവ് അവർ സോയിൽ. അപ്പോൾ ഇതുപോലുള്ള സെൻറ്റൻസുകളാണ് എഴുതേണ്ടത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇനിയും സെൻറ്റൻസുകൾ കിട്ടുകയാണെങ്കിൽ ആ ബോക്സിൽ എഴുതാം കേട്ടോ.
അടുത്ത ആക്ടിവിറ്റി ഹെൽത്ത് ഈസ് വെൽത്ത്. ഒബ്സർവ് ദ പിക്ചർ. ആ പിക്ചർ നമ്മളോട് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിലെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ സിറ്റുവേഷൻസ് ഫ്രം ദ പിക്ചർ ദാറ്റ് സ്പ്രെഡ് ഡിസീസസ് സ്പ്രെഡ് ആവുന്ന ഒരു പിക്ചറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമുക്ക് ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്നത് എന്ന് എഴുതാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആ പിക്ചറിൽ എങ്ങനെയാണ് ഡിസീസസ് സ്പ്രെഡ് ആവുന്നത്? ദർ ഈസ് എ സേവേജ് ഇൻ ദ ഡ്രെയിൻ. അതിൻ്റെ ഡ്രെയിനിൽ ഒരു സെവേജ് ഉണ്ട്. അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആർ ലൈയിങ് അറൗണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിൽസ് എല്ലാം പല സ്ഥലങ്ങളിലായിട്ട് കിടക്കുന്നുണ്ട്. വെൽസ് ആർ നോട്ട് നീറ്റഡ് ആൻഡ് കവേർഡ്. വെൽസ് ഒന്നും കവർ ചെയ്തിട്ടില്ല, അതേപോലെ തന്നെ അതൊന്നും നീറ്റഡും അല്ല. അതേപോലെ ദർ ആർ മെനി പ്ലേസസ് ഫോർ മോസ്കിറ്റോസ് ടു മൾട്ടിപ്ലൈ. കൊതുകുകൾക്കെല്ലാം മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് കുറേ സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. ഇതുപോലെ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്നത്. അതിലെ ബി ക്വസ്റ്റ്യൻ വി ഹാവ് ടു കീപ് ദ വാട്ടർ അൺപൊല്യൂട്ടഡ്. നമ്മൾ എന്താണ് അൺപൊല്യൂട്ടഡ് ആയിട്ട് എപ്പോഴും വാട്ടർ കീപ്പ് ചെയ്യാറുണ്ടല്ലേ. റൈറ്റ് എനി 4 ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ വാട്ടർ. വാട്ടറിൽ നിന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഏതെങ്കിലും 4 ഡിസീസസിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കോളറ, ഡൈസെൻറ്ററി, ക്രിപ്റ്റോസ്പോറിഡിയോസിസ്, അമീബിയാസിസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസീസസ് ഒക്കെ എന്താണ് വാട്ടറിൽ നിന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസസ് ആണ്. അതിലെ സി ക്വസ്റ്റ്യൻ പേഴ്സണൽ ഹൈജീൻ ആൻഡ് ഗുഡ് ഹെൽത്ത് ഹാബിറ്റ്സ് ആർ ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് എൻവയോൺമെൻറ്റൽ ഹൈജീൻ. എൻവയോൺമെൻറ്റൽ ഹൈജീൻ പോലെ തന്നെ പേഴ്സണൽ ഹൈജീനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫൈൻഡ് ഔട്ട് ദ ബാഡ് ഹെൽത്ത് ഹാബിറ്റ്സ് ഫ്രം ദ ഫോളോവിങ് ലിസ്റ്റ് ആൻഡ് പുട്ട് എ റോങ് മാർക്ക്. നമ്മളോട് അവിടെ താഴെ കൊടുത്തിരിക്കുന്നതിലെ ബാഡ് ഹെൽത്ത് ഹാബിറ്റ് കണ്ടുപിടിച്ചിട്ട് അതിന് റോങ് മാർക്ക് നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അവിടെ നൽകിയിരിക്കുന്നത് എന്ന് നോക്കാം. യൂസ് ബോയിൽഡ് വാട്ടർ ഫോർ ഡ്രിങ്കിങ്ങിനായിട്ട് ബോയിൽ ചെയ്ത വാട്ടർ യൂസ് ചെയ്യുന്നു. ടോയ്ലറ്റ് അറ്റ് ഓപ്പൺ സ്പേസസിലുള്ള ടോയ്ലറ്റ്. ഈറ്റ് ഫുഡ് അറ്റ് ദ റൈറ്റ് ടൈമിൽ ഫുഡ് കഴിക്കുന്നു. ടേക്ക് ഫുഡ് കെപ്റ്റ് ഓപ്പൺ ഓർ സ്റ്റേബിൾ. ഫുഡ് ഓപ്പൺ ആണോ അതോ സ്റ്റേബിൾ ആണോ എന്ന് നമ്മൾ നോക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഏതാണ് റോങ് ആയിട്ടുള്ളത്? രണ്ടാമത്തേതാണല്ലേ റോങ് ആയിട്ടുള്ളത്. ഓപ്പൺ സ്പേസിലൊന്നും ടോയ്ലറ്റുകളൊന്നും പാടില്ല, കാരണം അത് നമുക്ക് കൂടുതലും അസുഖം തരാൻ സാധ്യതയുണ്ടല്ലേ. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത എല്ലാ ആക്ടിവിറ്റീസും അതിൻ്റെ എല്ലാ ഉത്തരങ്ങളും കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.